എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC കേരള നവോത്ഥാനം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നമുക്ക് ഒരു പാട്ടിലൂടെ പഠിക്കാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ടിൻ്റെ ട്യൂണിനനുസരിച്ചാണ് ഈ പാട്ടിലെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞാനൊന്ന് പാടാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇതുപോലെ 1856 ചെമ്പഴന്തിയിൽ ഗുരു ജനിച്ചു. കുട്ടിയമ്മയും മാടനാശാനും ഗുരുവിൻ്റെ മാതാപിതാക്കളാണ്. വയൽവാരം വീട്ടിൽ ജീവിച്ച ഗുരു നാരായണനെന്നറിയുന്നാണു. തൈക്കാട് അയ്യയും രാമൻ പിള്ളയും ഗുരുവിൻ ഗുരുക്കന്മാരായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി ഗുരു 1888 പൽപ്പുവുമായിട്ട് കൂടിക്കാഴ്ച 1895. 1898 അരുവിപ്പുറത്ത് വാവൂട്ട് യോഗം. SNDP സ്ഥാപിച്ചത് ഗുരു 1903. ശാരദാമഠത്തിന് തറക്കല്ലിട്ടു 1909. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതി എന്നരുൾ ചെയ്തു. 1928 ശ്രീനാരായണ ഗുരു സമാധി. 1856 ചെമ്പഴന്തിയിലാണ് ഗുരു ജനിച്ചത്. കുട്ടിയമ്മയും മാടനാശാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. വയൽവാരം വീട്ടിൽ ജീവിച്ച ഗുരുവിൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു. അദ്ദേഹത്തെ നാണു എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ തൈക്കാട് അയ്യയും രാമൻ പിള്ളയുമായിരുന്നു. 1888 അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. 1895 ഡോക്ടർ പൽപ്പുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. 1898 അരുവിപ്പുറത്ത് വാവൂട്ട് യോഗം നടത്തി. പിന്നെ അദ്ദേഹം SNDP സ്ഥാപിച്ചത് 1903. 1909 ശാരദാമഠത്തിന് തറക്കല്ലിട്ടു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതി എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം 1928 സമാധിയായി.